പിറകൊട്ടു നോക്കിയില്ല, നിലച്ചില്ല എൻ പാദം. ചെറു പ്രാർത്ഥന പോലെ ഉള്ളിൽ തെളിഞ്ഞു ദൃഢം. വീണിടങ്ങളിൽ നിന്നും ഉയരും എന്നു പഠിപ്പിച്ചു നീ. കാട്ടിന്റെ വിരലുകൾ പോലും പറയുന്നുണ്ടായി. വിശ്വസിക്കുന്നവരാ എല്ലാം സാധ്യം, വിശ്വസിക്കുന്നവരാ എല്ലാം സാധ്യം. വാതിൽ അടഞ്ഞാലും വഴി തുറക്കും, വിശ്വാസമുണ്ടെങ്കിൽ മലയും നടുങ്ങും. ഇന്ന് വരെ ലോകത്തുണ്ടായിരിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും പിന്നിൽ നമ്മൾ പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. എല്ലാം ഒരു മനുഷ്യൻ വിശ്വസിച്ചത് കൊണ്ടാണ്. ചന്ദ്രനിൽ പോയത് എങ്ങനെയാണ്? ഒരു മനുഷ്യൻ വിശ്വസിച്ചു, ചന്ദ്രനിലേക്ക് നമുക്ക് പോകാൻ കഴിയും. അതിൻ്റെ പിന്നാലെ ഒരുപാട് ആൾക്കാർ വിശ്വസിച്ചു, ഒപ്പം പണിയെടുത്തു, ചന്ദ്രനിലെത്തി. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നടക്കാത്തതായിട്ട് ഒരു കാര്യവുമില്ല. വിശ്വാസത്തിൻ്റെ ശക്തി ഇനിയും ലോകമറിയേണ്ടതായിട്ടുണ്ട്. വിശ്വാസം കൊണ്ട് എന്തെല്ലാം സാധിക്കുമെന്ന്, എന്തുമാത്രം സാധിക്കുമെന്ന്, എങ്ങനെയൊക്കെ സാധിക്കുമെന്ന് ഇന്നുവരെയും ലോകം ശരിയായ വിധത്തിൽ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇന്നുവരെയും ലോകം അറിഞ്ഞിട്ടില്ല വിശ്വാസത്താൽ എന്തെല്ലാം സാധിക്കുമെന്നും വിശ്വാസം കൊണ്ട് എന്തെല്ലാം കഴിയുമെന്നും ഇന്നുവരെയും ലോകം മനസ്സിലാക്കിയിട്ടില്ല. ഇനിയും ലോകം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു വിശ്വാസത്താൽ എന്തെല്ലാം നേടിയെടുക്കാൻ കഴിയുമെന്ന്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വളരെ അസാധ്യമായൊരു കാര്യമായിരുന്നു. 99-ാമത്തെ വയസ്സിൽ അബ്രഹാം പറയുകയാണ്, എൻ്റെ ശരീരം ഡെഡായി, തൻ്റെ ഭാര്യയുടെ ശരീരവും ഗർഭപാത്രവും ഡെഡായി, ഇനി ആശയ്ക്ക് യാതൊരു വകയുമില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു ദൈവപ്രവൃത്തി നടക്കുമെന്ന്. അങ്ങനെ അബ്രഹാം വിശ്വസിച്ചു, വിശ്വാസത്തിൽ മുന്നോട്ട് പോയി. ശരീരം ക്ഷീണിച്ചെങ്കിലും വിശ്വാസം ക്ഷീണിച്ചില്ല. വിശ്വാസം ക്ഷീണിക്കാതെ അബ്രഹാം മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അവസാനം അസാധ്യമെന്ന് പറഞ്ഞതായ കാര്യം അബ്രഹാമിന് സാധ്യമായി തീർന്നു. വിശ്വാസത്താൽ ഇസഹാക്ക് മഞ്ഞും മഴയുമില്ലാതിരുന്ന കാലത്ത് വിത്ത് വിതച്ചു, ആണ്ടിൽ 100 മേനി കൊയ്തു. യാക്കോബ് തൻ്റെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളും കഷ്ടങ്ങളും ഏറ്റു. 10-20 വർഷം പോയി. അങ്ങനെ ഇരുന്നപ്പോൾ വിശ്വാസത്താൽ ഒരു പ്രപ്പോസൽ തയ്യാറാക്കാൻ ദൈവം പറഞ്ഞു. അതിൻ്റെ ഐഡിയ കൊടുത്തത് ദൈവമാണ്. അങ്ങനെ ഒരു പ്രപ്പോസൽ തയ്യാറാക്കി കൊണ്ടുവന്ന് ലാബാന് കൊടുത്തു. തൻ്റെ അമ്മായിപ്പന് കൊടുത്തപ്പം പറഞ്ഞു, വിഡ്ഢിയായ എൻ്റെ മരുമോൻ, അവൻ 20 വർഷം എനിക്ക് വേണ്ടി പണിയെടുത്തു, ഇനിയും ഒരു വിഡ്ഢിത്തരവും കൊണ്ട് വന്നിരിക്കുന്നു. ബയോളജിക്കലി അത് ഒരിക്കലും നടക്കത്തില്ലെന്ന് യാക്കോബിന് അല്ലെങ്കിൽ ലാബാൻ അറിയാമായിരുന്നു. യാക്കോബ് പക്ഷേ വിശ്വാസത്തിൽ മൂവ് ചെയ്തുകൊണ്ട് നടക്കുമെന്നും അറിയായിരുന്നു. അന്ന് യാക്കോബ് ചെയ്ത കാര്യം പല നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് സയൻറ്റിഫിക്കലി അത് ശരിയാണ് എന്ന്, സാധ്യമാണെന്ന് സയൻസ് അല്ലെങ്കിൽ സൈക്കോളജി ശാസ്ത്രശാഖയിലൊക്കെ അതിനെപ്പറ്റി ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും തുടങ്ങിയത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശ്വാസത്താൽ ഒരു മനുഷ്യൻ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ചിന്തിച്ച കാര്യങ്ങൾ അന്ന് അദ്ദേഹം ചെയ്തു തുടങ്ങി എന്നുള്ളതാണ്. അതാണ് വിശ്വാസത്തിൻ്റെ ശക്തി. എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പിലേക്കാണ് ആ മനുഷ്യൻ യാത്ര ചെയ്യുന്നത്. വിശ്വാസത്തിൽ നിന്ന് കഴിഞ്ഞാൽ നൂറ്റാണ്ടുകൾ മുൻപിലേക്ക് മനുഷ്യൻ ചിന്തിക്കുന്നത് നമുക്ക് ഇന്ന് ചെയ്യാൻ കഴിയും. അതാണ് വിശ്വാസത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അത്രയും വലിയ വിശ്വാസത്തിൻ്റെ ശക്തിയിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നതും നമ്മൾ ഓരോരുത്തരും നിലനിൽക്കുന്നതും. അത്രയും വലിയ വിശ്വാസമാണ് നമ്മുടെ ഉള്ളിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിശ്വാസത്തിൻ്റെ ശക്തിയെപ്പറ്റി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. സെക്കുലർ വേൾഡിലേക്ക് നോക്കിയാൽ, ലോകപരമായി നോക്ക്, ഓരോ കോർപ്പറേറ്റുകളും ഉണ്ടായി വന്ന ചെറിയ വിശ്വാസത്തിൽ നിന്നാണ്. അത് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിച്ചവരാണ് വലിയ വലിയ പ്രസ്ഥാനങ്ങളും കോർപ്പറേറ്റ് കമ്പനികളുമായി അവർ മാറിയത്. അതുകൊണ്ട് വിശ്വാസത്താൽ എന്ത് കഴിയുമെന്ന് ചോദിക്കുന്നതിനേക്കാൾ വിശ്വാസത്താൽ എന്ത് കഴിയത്തില്ലെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തും സാധിച്ചെടുക്കാൻ കഴിയുന്ന ഒരത്ഭുത സിദ്ധിയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം വിശ്വാസത്താൽ നയിക്കുവാൻ, വിശ്വാസത്തിൽ ജീവിക്കുവാൻ, വിശ്വാസത്തിൽ മുന്നേറുവാൻ, വിശ്വാസത്തിൽ നിലകൊള്ളുവാൻ നമ്മുടെ ജീവിതത്തെ നമ്മൾ തയ്യാറാക്കിയാൽ, നമ്മുടെ ജീവിതത്തെ നമ്മൾ രൂപപ്പെടുത്തിയാൽ നമുക്കത് കാര്യസാധ്യമായി തീരും. അതുകൊണ്ട് വിശ്വാസത്തിൽ ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും വിശ്വാസം പഠിക്കണം, വിശ്വാസം പ്രാക്ടീസ് ചെയ്യണം, വിശ്വാസത്തിൻ്റെ അറിവുകൾ സ്വീകരിക്കണം. ദിനംതോറും വിശ്വാസത്തെ പഠിക്കുവാനും വർദ്ധിപ്പിക്കുവാനും പ്രാക്ടീസ് ചെയ്യുവാനും അതിനുവേണ്ടി സമയത്തെ നീക്കി വയ്ക്കണം.
അങ്ങനെ ശക്തമായിരിക്കുന്നൊരു വിശ്വാസ ജീവിതം നയിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ ശക്തി എന്താണെന്ന് ഈ ലോകത്തിന് കാട്ടിക്കൊടുക്കുവാൻ, വിശ്വാസത്തിൻ്റെ ശക്തി എന്താണെന്ന് വരുന്ന തലമുറയ്ക്ക് കാട്ടിക്കൊടുക്കുവാൻ, വിശ്വാസത്താൽ എന്തെല്ലാം കഴിയുമെന്ന് ലോകത്തെ പഠിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. ഓരോ ദിവസവും നമ്മുടെ വിശ്വാസം അതിൻ്റെ ബലം വർദ്ധിപ്പിക്കണം, അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കണം, അതിനോടുള്ള അറിവുകൾ വർദ്ധിപ്പിക്കണം. അങ്ങൊരു വലിയ നിലവാരത്തിൽ, വലിയ നിലയിൽ നമുക്കൊരു ജീവിതം നയിക്കുവാൻ വിശ്വാസം കൊണ്ട് സാധിക്കും, വിശ്വാസത്താൽ കഴിയും. നമ്മുടെ ഓരോ ക്ലാസ്സുകളും മറ്റ് യൂട്യൂബിലെ പ്ലേലിസ്റ്റുകളെല്ലാം നോക്കി വിശ്വാസത്തെക്കുറിച്ചുള്ള ആഴമായിരിക്കുന്ന പഠനങ്ങളിൽ നമ്മൾ ഓരോരുത്തരും വളർന്നു വരണമെന്ന് ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ്. അങ്ങനെ ചെയ്താൽ ഈ ലോകം വലിയൊരു അനുഗ്രഹ പാത്രമായി സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്നുള്ള പ്രാർത്ഥന പോലെ ഈ ഭൂമി ഒരു സ്വർഗമാക്കി മാറ്റുവാൻ, ഒരു ആനന്ദ പരദീസയാക്കി മാറ്റുവാൻ വിശ്വാസത്താൽ നമുക്ക് ഓരോരുത്തർക്കും കഴിയും. നമ്മുടെ വീട് അങ്ങനെയാക്കുവാൻ കഴിയും. അതുകൊണ്ട് വിശ്വാസത്തിൽ മുന്നേറുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ ഈ ക്ലാസ്സിലൂടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കൂടുതൽ പഠിക്കുവാൻ നമ്മുടെ ലൈവ് ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. എല്ലാ ദിവസവും 9 മണി മുതലാണ് നമ്മുടെ ക്ലാസ് നടക്കുന്നത്. എല്ലാവരും ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. വഴികളും അടഞ്ഞു, കണ്ണു നിറഞ്ഞ രാവിൽ എല്ലാം വാതിലുകളും അടഞ്ഞു, ശബ്ദമില്ല നഗരത്തിൽ. നിശബ്ദമായി ഹൃദയം കൊണ്ട് ഞാൻ നിന്നു തളരാതെ, ഇരുട്ടിനുള്ളിൽ പോലും തേടുകയായിരുന്നു വെളിച്ചത്തെ. പിറകോട്ടു നോക്കിയില്ല, നിലച്ചില്ല എൻ പാദം, ചെറു പ്രാർത്ഥന പോലെ ഉള്ളിൽ തെളിഞ്ഞു ദൃഢം. വീണിടങ്ങളിൽ നിന്നും ഉയരും എന്നു പഠിപ്പിച്ചു നീ, കാട്ടിന്റെ വിരലുകൾ പോലും പറയുന്നുണ്ടായി. അടഞ്ഞാലും വഴി തുറക്കും, വിശ്വാസമുണ്ടെങ്കിൽ മലയും നടുങ്ങും. കൺമുന്നിലെ മൂടൽ മഞ്ഞ് പാദമറച്ചപ്പോൾ ചുവടിലും ഞാൻ കേട്ടു നിന്റെ ശാന്തസ്വരം. എന്ന ചോദ്യം മറികടന്ന് ഞാൻ പാടുന്നു, തകർന്ന സ്വപ്നങ്ങൾക്കും വീണ്ടും ചിറകു നൽകുന്നു. പൊട്ടിയ പാത്രത്തിൽ പോലും നിറയുന്നു കൃപയുടെ നദി. പാഴായ രാത്രിക്കപ്പുറം പുലരിയുടെ നടനം തെളിയും. വിശ്വസിക്കുന്നവരാൽ എല്ലാം സാധ്യം, വിശ്വസിക്കുന്നവരാൽ എല്ലാം സാധ്യം. വാതിൽ അടഞ്ഞാലും വഴി തുറക്കും, വിശ്വാസം ഉണ്ടെങ്കിൽ മലയും നടുങ്ങും. എന്റെ കണ്ണുനീർ പോലും വിത്തായി മാറട്ടെ, എന്റെ മൗനം പോലും സ്തുതിയായി ഉയരട്ടെ. ഒന്നുമില്ലെന്നു തോന്നിയേ ഈ വഴിത്താരയിൽ നിന്റെ വാക്ക് മാത്രം മതി, ഞാൻ വീണ്ടും നടക്കും. വിശ്വസിക്കുന്നവരാൽ എല്ലാം സാധ്യം, വിശ്വസിക്കുന്നവരാൽ എല്ലാം സാധ്യം. വഴി കാണാത്ത രാത്രിയും പാടും, വിശ്വാസമുണ്ടെങ്കിൽ ഉദയം വരും.